ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രൊഫൈൽ പിക്ചർ വെക്കുമ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പിക്ചർ പ്രൊഫൈലാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മളെ ഗാലറിയിൽ ഇഷ്ടം പോലെ പിക്ചേഴ്സ് നമുക്ക് പ്രൊഫൈലാക്കി വെക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ റേഷ്യോൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ റേഷ്യോ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സെലക്ട് ഈ ഒരു ക്രോപ്പ് ചെയ്യാനുള്ള ഒരു സാധനം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ ഈ ഒരു തലയും ഭാഗം കിട്ടുമ്പം എൻ്റെ ഈ ഒരു മൗത്തിൻ്റെ താഴോട്ട് കിട്ടുന്നില്ല. മൗത്ത് ക്ലിയർ ചെയ്ത് താടിയൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുമ്പം ഹെയർ കിട്ടുന്നില്ല. ഈ ഒരു പ്രശ്നം വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ എങ്ങനെയാണ് എൻ്റെ ഒരു വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ചറായിട്ട് വെക്കുക എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഡിറ്റിംഗ് നടത്തിയാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പിക്ചർ ഞാനിപ്പോൾ വേണമെങ്കിൽ പ്രൊഫൈൽ പിക്ചർ ആക്കുകയാണെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. വീഡിയോന് വേണ്ടിയിട്ട് മാത്രം റേഞ്ച് ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊഫൈൽ പിക്ചർ ആവും. അപ്പോൾ നമുക്ക് എന്താണ് ആ ക്രോപ്പിൻ്റെ ഈ ഒരു വാട്സപ്പിലെ പ്രൊഫൈൽ ക്രോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആവില്ല, നമുക്കൊരു വൃത്തി ഉണ്ടാവില്ല, നമ്മളെ പല ഭാഗങ്ങൾ മാത്രമേ കിട്ടൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യം മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷോട്ട് ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഒരു ഇൻഷോട്ട് ആപ്ലിക്കേഷനിൽ നമ്മൾ ആദ്യം ഒരു ഇൻ്റർഫേസ് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കാനുള്ള ഫോട്ടോ ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം നേരത്തെ ജസ്റ്റ് വെച്ച പിക്ചർ ഏതായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഏത് പിക്ചർ ആയിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് തരാം. ഈ ഒരു പിക്ചറായിരുന്നു നേരത്തെ ഞാൻ അവിടെ ഒരു ഇതായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിവിടെ ക്യാൻവാസ് എന്നതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റേഷ്യോ ജസ്റ്റ് മാറ്റി കൊടുക്കാം. അപ്പോൾ റേഷ്യോ ജസ്റ്റ് മാറ്റുമ്പോൾ നമുക്ക് തന്നെ പല സൈസായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ ഇഷ്ടം പോലെ സൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്കൊരു 4:3 അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള ഒരു 4:3 എന്ന റേഷ്യോയിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നമ്മളെ ഫോട്ടോ തന്നെ കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഫോട്ടോ വെക്കാം, അതുപോലെ തന്നെ ബ്ലറാക്കിയിട്ടൊക്കെ വെക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് അധികം ബ്ലറാക്കണ്ട, നമ്മളെ ഫോട്ടോ ആണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബ്ലറാക്കി വെക്കാം. ഇനി അത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷോട്ടിൽ ഒന്ന് ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇതിലിതാ നമ്മൾ നേരത്തെ ചെയ്ത ഫോട്ടോ ഇങ്ങനെയാണ്, പകുതി മുറിഞ്ഞ മാതിരിയാണ് നമുക്ക് കിട്ടിയത്. ഇനി ഈ ഒരു ഫോട്ടോ എങ്ങനെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഗാലറി എടുത്തു, നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫോട്ടോ എടുത്തു. ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടോ, കറക്റ്റായിട്ട് നമ്മളെ ഫോട്ടോ കറക്റ്റ് ഒരു റേഷ്യോയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ മുഖവും കാര്യങ്ങളും എല്ലാ പാർട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ ഈ ഒരു ആപ്പ്, അല്ലെങ്കിൽ ആപ്പിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് റേഷ്യോ ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഫോണിൻ്റെ സിസ്റ്റത്തിൽ തന്നെയുള്ള എഡിറ്റിങ്ങിൽ. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുകയാണ്, ഇൻഷോട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അവിടെ നല്ല വൃത്തിയിൽ തന്നെ കാണാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഫോട്ടോ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ വളരെ നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഈ ഒരു കുത്തനെ ഫോൺ വെച്ചിട്ട് എടുക്കുന്ന ഫോട്ടോസൊക്കെ ആണ് ഇങ്ങനെ വരുന്നൊരു പ്രശ്നം. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എഫക്റ്റൊക്കെ ഇട്ട് എടുക്കുമ്പോൾ അതൊക്കെ എഫക്റ്റോളി പിക്ചറാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരുന്നത് ആ ഒരു കാര്യത്തിലാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോണ് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ റേഷ്യോയിൽ ഫോട്ടോ എടുക്കുക ആദ്യമേ. എന്നാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ഫോട്ടോ ഇടണമെന്ന് നമുക്ക് അത്രയും ഒരു നല്ല അടിപൊളി ഫോട്ടോ കിട്ടിയിട്ട് ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സങ്കടമായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നത്. നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫോട്ടോ റേഷ്യോ മാറ്റിയിട്ട് നമുക്ക് വാട്സപ്പിലോ പ്രൊഫൈലായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ ഒരു വാട്സപ്പിൽ മാത്രമല്ല, നമുക്കറിയാം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈൽ ഇടുമ്പോഴും ഈ റേഷ്യോ വരുന്നത് ഒരു സർക്കിളിലുള്ള ഒരു റേഷ്യോ ആണ് വരിക. അപ്പോൾ അതിലേക്ക് എങ്ങനെ പ്രൊഫൈൽ കറക്റ്റായിട്ട് വെക്കാമെന്നൊക്കെ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു, എന്നാലും ഇതുപോലെ തന്നെയാണ് ഏകദേശം ചെയ്യുക. എന്നാലും ഞാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ വേണമെങ്കിൽ, നമുക്കിപ്പോൾ ഈ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ നോക്കിക്കുന്ന ഈ ഒരു ഫോട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.